ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരനാണ്. വാഴപ്പിണ്ടി എന്ന് പറയും, അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് എന്ന് പറയും, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നൊരു സംഭവമാണത്. സാധാരണ നമ്മൾ മുതിര അതുപോലെ ചെറുപയറൊക്കെ ഇട്ട് വെക്കുന്നതാണ്. ഇതിപ്പോൾ പരിപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് സംഭവം. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വീട്ടിൽ വാഴ ഉള്ളവർക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു സംഭവമാണിത്. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് പരിപ്പ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ വെളുത്തുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി എടുക്കുക. അതുപോലെ ചെറിയ ഉള്ളി ഉണ്ട്. ഈ വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുക്കാൻ കാരണം നമ്മൾ പരിപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ വെളുത്തുള്ളി കുറച്ചെടുത്താൽ മതി. നമ്മൾ ഒരു 4 കപ്പ് ഇത് വാഴപ്പിണ്ടി അരിഞ്ഞത് ഉണ്ടെങ്കിൽ അതിലേക്ക് 1/4 കപ്പ് പരിപ്പ് എടുത്താൽ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ വാഴപ്പിണ്ടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് സമയം വേവാനൊന്നുമില്ല. മാക്സിമം പോയ ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കന്നെ നന്നായിട്ട് വേവും. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ തന്നെ വേവും. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അതിൽ തന്നെ ഇറങ്ങി വന്നോളും. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിന്. ഇപ്പം ഞാൻ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, വെള്ളം താഴെ ഭാഗത്ത് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തന്നെ മതി ഇത് വേവാൻ. മാക്സിമം നമ്മൾ 10 മിനിറ്റ് ആദ്യം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് തുറന്നിട്ട് വീണ്ടും അതുപോലെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമൊക്കെ ഏകദേശം വറ്റി നന്നായിട്ട് വെന്ത് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പരിപ്പ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല. എന്നാലും ഇങ്ങനെ കടിക്കുന്ന പരുവത്തിലാവും ചെയ്യരുത്. അത്യാവശ്യം വേവണം. ഇപ്പോൾ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 വിസിലൊക്കെ കൊടുത്താൽ മതി. ഒരുപാട് പരിപ്പ് എടുക്കണ്ട കേട്ടോ. ഒരു 4 കപ്പ് വാഴപ്പിണ്ടി അരിഞ്ഞതുണ്ടെങ്കിൽ 1/4 കപ്പ് പരിപ്പ് മതി. അപ്പം അത് വേവിച്ചത് മഞ്ഞൾ ചേർത്ത് വേവിക്കുക. അപ്പോൾ ഒരു കളറും കിട്ടും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പരിപ്പ് എല്ലായിടത്തും ഇളക്കി എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ പരിപ്പ് ഇതിലേക്കൊന്ന് ചേർന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അരപ്പ് ഇതിലേക്കൊന്ന് പിടിക്കണം. കാരണം നമ്മൾ മഞ്ഞളൊക്കെ ചേർത്തിട്ടുള്ളത് അരപ്പിലാണ്. അപ്പോൾ ഈ തോരനിൽ ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോഴാണ് അരപ്പൊന്ന് വേവും വേണം. അതുപോലെ അരപ്പ് ഈ വാഴപ്പിണ്ടിയിലേക്കൊന്ന് പിടിക്കും വേണം. അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വരിക. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ അത് ഏകദേശം ഇതൊക്കെ ഇതിലേക്കൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുകയാണ്. ഈ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരം മെലിയാനും അതുപോലെ കിഡ്നി സ്റ്റോണിനൊക്കെ നല്ലൊരു മരുന്നാണിത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. മിക്ക വീടുകളിലും വാഴയുള്ള എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ കിട്ടാവുന്നൊരു സംഭവമാണിത്. നമ്മൾ പലപ്പോഴും വെറുതെ വേസ്റ്റാക്കി കളയുന്നൊരു സാധനമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.